നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം കർണാടകത്തിലെ ഒരു ബില്ലിനെ കുറിച്ചാണ്. അതായത് കർണാടക ക്യാബിനറ്റ് കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച നടന്ന കർണാടക ക്യാബിനറ്റിൽ അംഗീകാരം നൽകിയിരിക്കുന്ന ഒരു ബില്ലിനെ കുറിച്ചാണ്. ഈ ബില്ല് അവിടെയുള്ള സ്വകാര്യ കമ്പനികളിൽ 100% വരെ തദ്ദേശീയർക്ക് അഥവാ കന്നഡികർക്ക് തൊഴിൽ റിസർവേഷൻ, നിർബന്ധിത തൊഴിൽ റിസർവേഷൻ ഉറപ്പുവരുത്തുന്ന ഒരു ബില്ലാണിത്. അതായത് എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളിലും കമ്പനികൾ, ഫാക്ടറികൾ, ഇതര വ്യവസായങ്ങൾ ഇവിടങ്ങളിൽ സി ഡി ക്ലാസുകളിൽ ഉള്ള തൊഴിലാളികൾ 100% കന്നഡികരായിരിക്കണം. മാനേജ്മെന്റ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നതിൽ 50% കന്നഡികരായിരിക്കണം. മാനേജ്മെന്റ് ഇതര വിഭാഗത്തിൽ ജോലി ചെയ്യുന്നതിൽ 75% തൊഴിലാളികൾ, ജീവനക്കാർ കന്നഡികരായിരിക്കണം എന്നതാണ് ഈ നിയമം ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ബില്ലിൽ കൃത്യമായി ഇതെങ്ങനെ കന്നഡികർ എന്നതിന് നിർവചനം നൽകിയിട്ടുണ്ട്. കർണാടകത്തിൽ ജനിക്കുകയോ 15 വർഷത്തിലധികം അവിടെ താമസിക്കുകയോ ചെയ്യുന്ന, കന്നഡ എഴുതാനും വായിക്കാനും കൈകാര്യം ചെയ്യാനും സാധിക്കുന്ന വ്യക്തിയാണ് കന്നഡികർ എന്ന് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ കന്നഡ ഭാഷ ഉള്ള ഒരു സെക്കൻഡറി സ്കൂളിൽ കന്നഡ ഭാഷ പഠിച്ചുകൊണ്ട് തന്നെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇതിന്റെ രേഖയായി കണക്കാക്കുന്നത്. അതല്ലെങ്കിൽ ഈ ബില്ല് പ്രകാരം രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു നോഡൽ ഏജൻസി നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന ഒരു പരീക്ഷ, അതായത് കന്നഡ ഭാഷാ പരീക്ഷ വിജയിച്ചിരിക്കണം. ഇവരെയാണ് ഉദ്യോഗാർത്ഥിയായിട്ട് കൺസിഡർ ചെയ്യുക, അതായത് കന്നഡ ഉദ്യോഗാർത്ഥിയായിട്ട് കൺസിഡർ ചെയ്യുക. ഇത് കൃത്യമായി നടപ്പിലാക്കാൻ എല്ലാ കമ്പനികൾക്കും ബാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ എന്തെങ്കിലും തരത്തിൽ അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അടുത്ത 3 വർഷം കൊണ്ട് അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ പരിശീലിപ്പിച്ചെടുക്കുക എന്നതിന് സർക്കാർ സഹായവും പിന്തുണയും നൽകും എന്നുള്ള കാര്യങ്ങൾ ഈ ബില്ലിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വ്യവസ്ഥ, അതായത് ഇത്രയും ശതമാനം തൊഴിൽ സംവരണം കന്നഡികർക്ക് നൽകാത്ത സ്ഥാപനങ്ങൾക്ക് കനത്ത പിഴ ഈടാക്കാനും സർക്കാരിന് സാധിക്കും. അതും ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ. ഇത് സംബന്ധിച്ച് കർണാടക മുഖ്യമന്ത്രി, കോൺഗ്രസ് നേതാവ് കൂടിയായ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എക്സിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം അവകാശപ്പെടുന്നത് തന്റെ സർക്കാർ ഒരു പ്രോ കർണാടക സർക്കാരാണ്, അത് കന്നഡക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി ബാധ്യസ്ഥപ്പെട്ടതാണ്, അതിന്റെ ഭാഗമായാണ് ഈ നിയമം നടപ്പിലാക്കുന്നത് എന്നതാണ്. എന്നാൽ ബാംഗ്ലൂർ എന്നാൽ എന്താണെന്ന് നമുക്കറിയാം. കർണാടകത്തിന്റെ സുപ്രധാനമായ കേന്ദ്രം, തലസ്ഥാനം, സൗത്ത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന പ്രദേശം, IT മേഖല, ഇത്തരം ഒരു ടെക്നോളജി അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ വളരെയധികം ആവശ്യമുള്ള, സാങ്കേതിക വിദ്യ പ്രാവീണ്യമുള്ള ജോലികളിൽ തദ്ദേശീയരെ തന്നെ നിയമിക്കണം എന്ന് പറയുന്ന തരത്തിലുള്ള ആർഗ്യുമെന്റുകൾ അല്ലെങ്കിൽ നിബന്ധനകൾ എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ അതിനെ എങ്ങനെയാണ് കമ്പനികൾ അല്ലെങ്കിൽ വ്യവസായ ലോകം ഏറ്റെടുക്കാൻ പോകുന്നത് എന്നതൊരു ചോദ്യചിഹ്നമാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ ഒരു ജോലി സ്ഥിരതയെ ചോദ്യം ചെയ്യുന്ന ഒരു സംഗതി കൂടിയാണിത്. ഏറെക്കാലമായി സിദ്ധരാമയ്യ സർക്കാർ പ്രാദേശിക ഭാഷാവാദത്തെ, കന്നഡവാദത്തെ ഏറെ നാളെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർണാടകത്തിലും മറ്റും കർണാടകത്തിലെ എല്ലാ പ്രദേശങ്ങളിലും അവിടെ ബോർഡുകൾ കന്നഡത്തിലേക്ക് മാറ്റാൻ, ബാംഗ്ലൂർ നഗരത്തിൽ പോലും ബോർഡുകൾ കന്നഡത്തിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്. ഇത് പാലിക്കാത്ത സ്ഥാപനങ്ങളുടെ ബോർഡുകൾ, ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മറ്റു ഭാഷയിലോ ഉള്ള ബോർഡുകൾ, അവിടുത്തെ മലയാളി സംഘടനകൾ റിമി ടോമിയുടെ ഒരു ഗാനമേളയുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരുന്ന ബാനർ, മലയാളത്തിൽ സ്ഥാപിച്ചിരുന്ന ഒരു ബാനർ അടക്കം എല്ലാം അവിടെയുള്ള കന്നഡ രക്ഷണ വേദിക ഉൾപ്പെടെയുള്ള സംഘടനകൾ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട തിരക്കേറിയ വേദികളിൽ ലോറികളിലും മറ്റും ആയുധങ്ങളുമായി വന്ന് സ്ഥാപനങ്ങളുടെ ബോർഡുകൾ അടിച്ചു മുറുക്കുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ഘട്ടങ്ങളെല്ലാം തന്നെ പോലീസ് കാഴ്ചക്കാരായിട്ടാണ് നിന്നിട്ടുള്ളത്. അതായത് അവിടെയുള്ള സിദ്ധരാമയ്യ സർക്കാർ ഇതിന് കൃത്യമായ പിന്തുണ നൽകി വരുന്നതായിരുന്നു. അതിന്റെ ഒരു അടുത്ത ഘട്ടം അല്ലെങ്കിൽ അവസാന ഘട്ടം എന്നുള്ള നിലയിലാണ് ഇത്തരം ഒരു ബില്ലിലേക്ക് സർക്കാർ നീങ്ങിയിരിക്കുന്നത്. നാളെ തന്നെ ഇത് നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും അവിടെ സ്വാഭാവികമായും അത് പാസ്സാക്കപ്പെടും. ഇതാണിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ചില കമ്പനി സിഇഒമാർ ഇത് സംബന്ധിച്ചുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇൻഡസ്ട്രിയൽ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ബിസിനസ് രംഗത്ത് നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നതേ ഉള്ളൂ. തീർച്ചയായും മറ്റ് നേതാക്കൾ ഉൾപ്പെടെ ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്.
കേരളത്തിന്റെ നിന്നുള്ള രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസ് MP ഇത് സംബന്ധിച്ച് ആശങ്ക എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും സ്നേഹത്തിന്റെ കട തുറക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്ത്യയെ വിശാലമായ രീതിയിൽ കാണാൻ സാധിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു കോൺഗ്രസ് സർക്കാർ തന്നെ ഇത്തരം ഒരു ബില്ലുമായി മുന്നോട്ട് വരുന്നു, തികച്ചും പ്രാദേശികവാദത്തിലേക്ക് ചുരുങ്ങുന്നു എന്ന ഒരു കാഴ്ച കൂടിയാണ് ഇവിടെ രാഷ്ട്രീയമായി കൂടെ കാണാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളും മറ്റ് വിശദമായ വിവരങ്ങളും വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇത് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്കുൾപ്പെടെ, അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് ജോലി സാധ്യത തേടുന്ന മലയാളികൾക്കുൾപ്പെടെ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ പുതിയ ജോലി സാധ്യതകൾ, പുതിയ കമ്പനികൾ, പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ എന്നിവ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിന് ഇതൊരു സാധ്യത തുറക്കുമോ എന്നുള്ള കാര്യം കൂടി നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.